അല്ല ശരിക്കും സാറ് ഡയറക്ഷനിലേക്ക് വരുമ്പോ ഫസ്റ്റ് മൂവി ഡയറക്ട് ചെയ്യാൻ പോവാ, അത് മമ്മൂക്കായെ വെച്ചിട്ട്. അപ്പൊ സാറിന്റെ ഒരു പ്രിപ്പറേഷൻ എന്തായിരുന്നു? ഐ മീൻ ദിസ് ഇസ് സൂപ്പർ സ്റ്റാർ, ഫസ്റ്റ് മൂവിയാണ്. അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് ഒക്കെ എങ്ങനെ ആയിരിക്കും, എന്തായിരുന്നു? ഞാൻ അസോസിയേറ്റ് ആയപ്പോഴത്തേക്കിനും സാറുമായിട്ട് കുറേ പടങ്ങൾ ചെയ്യാൻ പറ്റി, ഒത്തിരി ഹിറ്റ് പടങ്ങൾ. അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, സാറേ എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നീ ആഗ്രഹിച്ചാൽ പോരാ, നല്ലൊരു കഥയായിട്ട് വന്നു, നിനക്ക് എപ്പോഴും എൻ്റെ ഒരു ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ, കാരണം എന്നെ ആ പുള്ളി അങ്ങനെയുള്ളവരുടെ പുള്ളി അത് പറയത്തുള്ളൂ. കഴിവുണ്ടെന്ന് തോന്നുന്നവരാണ്. എത്ര 60 പേരോളം പുള്ളി സാറ് ഡയറക്ടർ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ബെന്നിച്ചേട്ടൻ, അന്നത്തെ ഏറ്റവും വലിയ റൈറ്ററാണ് ബെന്നി പി നാരമ്പിൽ. ബെന്നിച്ചേട്ടനോട് ഞാൻ ബെന്നിച്ചേട്ടൻ തിരക്കഥ തന്നു. അങ്ങനെയാണ് ക്ലീറ്റസ് ഉണ്ടാകുന്നത്. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പം അപ്പോൾ ആ സാറ് ഹായ് സാറാണ് ആദ്യത്തെ ഇതിന് വന്നത്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോണം. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ആ ആക്ടറെയാണ് നീ കണ്ടാൽ മതി. ആ രൂപത്തെ മനസ്സിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് പേടി വരും, അത് ഓർക്കരുതെന്ന് പറഞ്ഞു. നീ ആ ക്യാരക്ടറായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അത് നല്ലത്. അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്നൊരു സാധനം നിന്റെ മനസ്സിൽ കയറിയാൽ നിനക്ക് ഭയം വരുമെന്ന് പറഞ്ഞു. അത് സാർ എനിക്ക് പറഞ്ഞു തന്നു, മാറ്റി നിർത്തി പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു നല്ല അഡ്വൈസ് ആയിരുന്നു അത്. അപ്പം എന്നാലും വണ്ടി വന്ന് മമ്മൂട്ടി സാർ വന്ന് ഇറങ്ങുന്ന സമയത്ത്, രാവിലെ വന്ന് ഇറങ്ങുന്ന ഒരു എത്തി ദൈവമേ എന്നൊരു വിളി നമുക്ക് ഉണ്ടാകും, സ്വാഭാവികമാണ്. അത് പേടി, അത് നമ്മളെല്ലാ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു. എന്നാലും ഒരു ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് വേറൊരു ഇത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു വന്നിട്ട് സാറ് പറഞ്ഞിടാ, നീ ഡയറക്ടറാണ്, നീ അസോസിയേറ്റ് ഡയറക്ടർ അല്ല. ആദ്യത്തെ 2 ദിവസം എനിക്ക് കാരണം ഞാൻ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊക്കെ നോക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്, നീ അതിൽ നിന്നൊക്കെ മാറി നീ ഡയറക്ടറായി, നീ മര്യാദയ്ക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നാലും നമുക്ക് ആ ഭയം, അദ്ദേഹം വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇപ്പം അശോകേട്ടൻ വന്ന ഒരു ക്യാരക്ടർ പെർഫോം ചെയ്താലും മമ്മൂക്ക ചെയ്താലും ആസ് എ ഡയറക്ടർ ഒരു ആർട്ടിസ്റ്റിനെ ആ ക്യാരക്ടറിലേക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാർ ശ്രമിക്കാം. ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ അവരുടെ മാനറിസങ്ങൾ മാക്സിമം അവരുടെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ ഞാൻ എടുക്കാൻ ഞാൻ മാക്സിമം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. പാവാടയിൽ പൃഥ്വിരാജിനെ ഞാൻ അങ്ങനെ, പൃഥ്വിരാജ് ചെയ്യാത്തൊരു വേഷമാണ് പാവാട സിനിമയിൽ. വളരെ ലോക്കലായിട്ടൊരു ക്യാരക്ടറായിരുന്നു. രാജുവിനെ കൊണ്ട് ഞാൻ അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ ലാൽ സാറും ദിലീപേട്ടനും ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യണം. നമ്മുടെ കഴിവിനെക്കാട്ടിലും നമ്മുടെ കഴിവിനെ എങ്ങനെ യൂട്ടിലൈസ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ഗുഡ് ആക്ടർ അല്ലേ? ഡയലോഗ് സ്വന്തമായിട്ട് പറയാത്ത ആൾക്കാരുണ്ട്, അറിയില്ലേ? ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ തമ്മിൽ പറയുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ. ചേച്ചി തിരുവനന്തപുരത്താണ്, ഈ എറണാകുളത്താണ്. അപ്പൊ ഈ ആനീസ് കിച്ചൻ ഷൂട്ട് ചെയ്യുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് തന്നെയാണ്. ഇയാൾക്ക് ഒരു സ്വന്തമായിട്ട് ഒറ്റ ഡയലോഗ് ഉണ്ടാവില്ല. ഇത് രണ്ടുപേരെ എന്റെ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. പടത്തിന് വേറെ സ്വന്തമായിട്ട് ഒറ്റ ഡയലോഗ് ഉണ്ട്. ഒന്നും പഠിക്കാൻ വേണ്ട, ഇത് എന്റെ പിടിച്ചു. അത് ചെയ്യാൻ പറ്റുന്ന ഒരു പടത്തില്ലേ? പക്ഷെ എല്ലാം അറിയാവുന്ന പോലെ ഒരു മിടുക്കനായിട്ട്. ശരിക്കും അശോകേട്ടാ, ഇന്നാണ് ഒരു ആക്ടറിന് എന്തൊക്കെ വേണം എന്നുള്ള കുറെ അഡ്വൈസ്. സത്യാശോടാ, ഞാനൊക്കെ ഇത്രയും ഡീപ്പായിട്ട് ഒന്നും ചിന്തിച്ചിട്ടില്ല. എത്ര പടങ്ങൾ ചെയ്തതാണ് എനിക്ക് അറിയില്ല. ഞാൻ ടച്ച് വുഡ്, എനിക്ക് അറിയില്ല.